കൊല്ലം കൊട്ടാരക്കര പള്ളിക്കലിൽ സർപ്പക്കാവിൽ ആക്രമണം നടത്തിയാൽ പിടിയിലായി. പള്ളിക്കൽ സ്വദേശി രഘുവാണ് പിടിയിലായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കലയപുരം ഡിവിഷനിൽ നിന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച രാധാമണിയുടെ ഭർത്താവാണ് രഘു. കഴിഞ്ഞ 21-ന് രാത്രിയായിരുന്നു സംഭവം. ക്ഷേത്രത്തിലെ ശിവവിഗ്രഹം കടത്തിക്കൊണ്ടുപോവുകയും സർപ്പക്കാവിലെ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും വിഗ്രഹങ്ങൾ പിഴുതെറിയുകയും ചെയ്തിരുന്നു. കൂടാതെ ദുർഗാദേവി ക്ഷേത്രത്തിന് മുന്നിലെ അടക്കം 3 കൽവിളക്കുകൾ തകർത്തു. കമ്മിറ്റി ഓഫീസിലെ 25-ലധികം കസേരകളും 2 മേശകളും അടിച്ചു തകർത്തു. ഈ സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നില്ല. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭിച്ചത്. രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ രഘു കുറ്റം സമ്മതിച്ചു. കിണറ്റിലെ വെള്ളം വറ്റിച്ചാണ് ശിവവിഗ്രഹം പുറത്തെടുത്തത്. കമ്മിറ്റിക്കാരുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു. പുള്ളിയുടെ കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ പുള്ളി ഇതിനകത്ത് പ്രതി എന്ന് പറയുന്ന ആളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് പുള്ളി ചെയ്യാനുണ്ടായ സാഹചര്യം അതാണ്. ക്ഷേത്ര ഭാരവാഹികളും രഘുവും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. മദ്യലഹരിയിൽ അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ് രഘുവിന്റെ മൊഴി. ഇയാളുടെ ഭാര്യ മൈലം പഞ്ചായത്തിലെ BJP മുൻ അംഗമായിരുന്നു. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് കലയപുരം ഡിവിഷനിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. രഘു BJP പ്രവർത്തകനല്ല എന്നും പാർട്ടിക്ക് അക്രമവുമായി ബന്ധമില്ലെന്നും BJP ഭാരവാഹികൾ പറഞ്ഞു. കൊട്ടാരക്കര SHO ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.